ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ദേശീയ തലത്തിൽ നിന്ന് വരുന്നത്. ഒരു സംസ്ഥാനം, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം, കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം BJPയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നൊരു നിർണായക ദിവസമായി മാറിയിരിക്കുന്നു. ഇന്നലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിൽ നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ കോൺഗ്രസിൽ രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു. രണ്ട് വിഭാഗവും തമ്മിൽ ശക്തമായ ഗ്രൂപ്പ് വഴക്ക് നടക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഹിമാചൽ പ്രദേശ്. 40 MLA-മാരുള്ള ഹിമാചൽ പ്രദേശ് 68-ൽ 40 MLA-മാരെ നേടിക്കൊണ്ടായിരുന്നു അവിടെ ഒരു വലിയ തേരോട്ടം നടത്തിയിരുന്നത് കോൺഗ്രസ്. പക്ഷേ തുടക്കം മുതൽ തന്നെ ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു. BJPക്ക് ഏത് നിമിഷവും BJPയുടെ കൈകളിലേക്ക് വരാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണെന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലായിരുന്നു അതിൻ്റെ പോക്ക്. ഇപ്പോൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങൊക്കെ നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അവിടുത്തെ മന്ത്രിമാരടക്കം കൂട്ടത്തോടെ അയോധ്യയിലേക്ക് എത്തുന്ന കാഴ്ച. ഇന്നലെ അവിടെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി, അതായത് ഒരിക്കലും ജയിക്കില്ല എന്ന് 100% കരുതിയിരുന്ന BJPയുടെ സ്ഥാനാർത്ഥി, അവിടെ രാജ്യസഭാ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. കോൺഗ്രസിൻ്റെ 7 MLA-മാർ കൂറുമാറി വോട്ട് ചെയ്തിരിക്കുന്നു. ഇതോടുകൂടി തന്നെ സംസ്ഥാന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, സുഖ്വീർ സിംഗ് സുഖു പറഞ്ഞത്, ഈ കൂറുമാറിയ 7 MLA-മാരെ പുറത്താക്കും. പക്ഷേ കോൺഗ്രസിന് ഈ 7 MLA-മാരെ പുറത്താക്കിയാൽ വരുന്നൊരു വലിയ ഭവിഷ്യത്ത്, കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം പിന്നെയും കുറയും. ഇതിനിടയ്ക്ക് ഈ പ്രതിഭ സിംഗ് എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് അധ്യക്ഷ, അവർക്ക് മുഖ്യമന്ത്രി പദം നോട്ടമുള്ള വ്യക്തിയാണ്, വളരെ കാലമായി അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. അവർ പറഞ്ഞിരിക്കുന്നു, 20 MLA-മാർ തൻ്റെ ഒപ്പമുണ്ട്, മുഖ്യമന്ത്രിയെ മാറ്റിയില്ലെങ്കിൽ തങ്ങൾ കോൺഗ്രസിനുള്ള ഈ മുഖ്യമന്ത്രിക്കുള്ള ഈ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കും എന്ന്. അതായത് എങ്ങനെ നോക്കിയാലും ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിൻ്റെ ഭരണം താഴെ പോകും. ഒന്ന്, ഈ കൂറുമാറിയ MLA-മാരെ പുറത്താക്കിയാലും താഴെ പോകും. ഒപ്പം തന്നെ അത് പുറത്താക്കിയില്ലെങ്കിൽ ഈ 20 MLA-മാരുടെ പിന്തുണയുള്ള പ്രതിഭ സിംഗ് എന്ന കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പിന്തുണ പിൻവലിക്കുമെന്നും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ BJP അവസരം മുതലെടുത്തുകൊണ്ട് അല്പസമയത്തിനകം ഗവർണറെ കാണും. അവർ ആവശ്യപ്പെടുന്നത് ഈ ബഡ്ജറ്റ് വോട്ടെടുപ്പ് നടത്തണം. ബഡ്ജറ്റിൽ അങ്ങനെ വോട്ടെടുപ്പ് നടത്തി സർക്കാർ പരാജയപ്പെട്ട രാജ്യവെച്ച് സ്വാഭാവികമായി പോകണം, അവിശ്വാസം കൊണ്ടുവരേണ്ട കാര്യമില്ല. അങ്ങനെ ബഡ്ജറ്റിൽ വോട്ടെടുപ്പ് വേണമെന്ന ആവശ്യവുമായിട്ട് BJPക്കാർ ഗവർണറെ കാണാനായി നീങ്ങുന്നു. നിലവിൽ ഈ കോൺഗ്രസ് അവരുടെ MLA-മാരെ പുറത്താക്കിയാൽ, 68 അംഗ നിയമസഭയാണ്, അതിൽ കോൺഗ്രസ്സുകാർ ഈ കൂറുമാറിയ MLA-മാരെ പുറത്താക്കിയാൽ പിന്നെ നിയമസഭയുടെ ടോട്ടൽ സംഖ്യ എന്ന് പറയുന്നത് 62 ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് 34 MLA-മാരുണ്ട്. പക്ഷേ അതിലൊരാൾ സ്പീക്കറാണ്, സ്പീക്കർക്ക് വോട്ടിംഗ് പവറില്ല. അപ്പോൾ സ്വാഭാവികമായി കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം 33. നിലവിൽ BJPയുടെ ഭൂരിപക്ഷം 34 മാറിയിട്ടുണ്ട്. നേരത്തെ 28, അത് 25 സീറ്റ് BJPക്ക് ഉണ്ടായതുകൊണ്ട് 3 സ്വതന്ത്രന്മാർ ജയിച്ചു കയറിയിരുന്നു. കോൺഗ്രസിനായിരുന്നു മൃഗീയമായ ഭൂരിപക്ഷം. ഏതായാലും ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിവരം റിപ്പോർട്ട് ചെയ്തിരുന്നു. അധികം വൈകാതെ ഹിമാചൽ സർക്കാർ താഴെ വീഴുമെന്നും അവിടെ BJP ഭരിക്കുമെന്നും, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാവരെയും ഞെട്ടിക്കാൻ BJP കരുതി വെച്ച ബോംബുകൾ ഒന്ന് ഇതാണ്. മറ്റൊന്ന് ദക്ഷിണേന്ത്യയിലെ മറ്റൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തെക്കുറിച്ച് ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.